നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പല മനുഷ്യന്മാർക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പോലീസ് ആകുക, SI ആകുക, അല്ലെങ്കിൽ മിലിറ്ററി ആകുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കസ്റ്റമേഴ്സോ വിജിലൻസോ ഒക്കെ ആകുക. അപ്പോൾ ചിലർ വ്യാജ ഈ മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് SIയുടെ രൂപത്തിലും പോലീസിൻ്റെ രൂപത്തിലൊക്കെ നടക്കുന്ന ചില ആളുകളുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത്, ഇന്നലെ അല്ല അതിൻ്റെ മുമ്പ് ഒരു ദിവസമാണെന്ന് തോന്നുന്നു, മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു, ഇന്നലെ ഞാൻ ആ വാർത്ത കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇവൻ കൊല്ലത്തേക്ക് പോകുകയാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഒരു വ്യാജ SI പിടിയിലായി. കാരണം SIയുടെ യൂണിഫോം ഒക്കെ ഇട്ട് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത്, അപ്പം വഴിക്ക് അവിടെയൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു. ഇവർ ട്രെയിനിൽ ഡാൻസ് അപ്പ് സംഘവും പോലീസും റെയിൽവേ പോലീസും കയറി ഇവനെ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ വ്യാജ SI ആണ്. ഇവൻ സംസാരിക്കുന്നത് SI, പിന്നെ ഇവൻ സംസാരിക്കുന്നത് വിരുദ്ധമായിട്ടുള്ള മറുപടിയാണ്. ഇവർ ചോദിക്കുന്നതിനോട് സമാധാനമായിട്ടുള്ള മറുപടി, ആ സമമായിട്ടുള്ള മറുപടിയല്ല പറയുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവന് വ്യാജ SI ആണ്. ഇവൻ SIയുടെ പോലീസുകാർക്കുണ്ടാവുമല്ലോ ഒരു ID കാർഡ് ഉണ്ടല്ലോ, അതൊന്നും ഇവനില്ല. അപ്പോൾ അങ്ങനെ ഇവനെ പിടിയിലായി. ഡാൻസ് സംഘവും പോലീസുകാരും കൂടി ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിടിച്ചു. പോലീസ് അങ്ങനെ സംഭവം പൊളിഞ്ഞു. അപ്പോൾ ഇതെന്താ വെച്ചാൽ, ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പലർക്കും ഇന്ന് SI ആകാനും ഒക്കെ ആഗ്രഹമുണ്ടായി. ഇതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അതായത് 1 കൊല്ലം 2 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു SI ഇതുപോലെ തന്നെ പോലീസുകാരുടെ രൂപത്തിൽ വന്നിട്ട് SI തന്നെ ഇതേ വ്യാജ SI ചമഞ്ഞ ഒരുത്തിനെ പിടിച്ചു. ഇപ്പോൾ ഈ അടുത്ത് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥനോ അങ്ങനെ എന്തോ ഒരു ഉദ്യോഗസ്ഥനായിട്ട് എവിടെയോ ഇടുക്കിയിലോ കട്ടപ്പനയിലോ ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, അവിടെയും ഇതുപോലെ പണം തട്ടിയിട്ട് പിടിച്ചു. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ചിലപ്പോൾ ഇനി യൂണിഫോം ഇടാനുള്ള ആഗ്രഹം കൊണ്ടിട്ടാണോ, അതോ ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ആൾക്കാരുടെ അടുത്ത് പണം തട്ടാനോ? കാരണം പോലീസുകാരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ യൂണിഫോമിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തെങ്കിലും ചില പാവങ്ങളെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ. അങ്ങനെ ഇനി പൈസ തട്ടാനായിട്ട് വന്നതാണോ എന്തായാലും ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അത് ആളിപ്പോൾ വ്യാജ SI പിടിയിലായി. കാണ്ട ഒരു ഒറിജിനൽ SIനെ വെല്ലും അതുപോലുള്ളൊരു SI വ്യാജൻ. മനസ്സിലായല്ലോ. ഇവന് സർട്ടിഫിക്കറ്റ് ഇല്ല, ID കാർഡില്ല, പോലീസ് ഏത് സ്റ്റേഷനില്ല എന്നുള്ള അതൊന്നും ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു SI ആകുമ്പോൾ ഒരു SI എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്റ്റേഷനിലാവുമല്ലോ. ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിലോ, അല്ലെങ്കിൽ കൊല്ലത്തോ, അതല്ലെങ്കിൽ കോട്ടയത്തോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കേരളത്തിലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു SI ആവുമല്ലോ. അല്ല വെറും ഒരു SI ആയിട്ട് വെറുതെ കയറിയിരിക്കുമല്ലോ. പിന്നെ ചിലർ കരുതിയ റെയിൽവേ പോലീസ് ആവും, എന്തെങ്കിലും കാര്യത്തിന് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാവുന്നുള്ളൂ. പക്ഷേ ഇത് സംഘം ഈ പോലീസുകാർക്കത് മനസ്സിലായി, ഡാൻസ് അപ്പ് സംഘത്തിന് മനസ്സിലായി. അങ്ങനെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും തിരുവനന്തപുരത്ത് അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് വരും, തിരുവനന്തപുരത്തുള്ള അയാളുടെ പേര് അഖിലേഷ് എന്നാണ്. ഇപ്പോൾ ഈ അഖിലേഷാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അഖിലേഷ് നല്ലൊരു വെട്ടിലാണ് പെട്ടിരിക്കുന്നത്. പോലീസിൻ്റെ യൂണിഫോം എടുത്ത് നടക്കുക. ഈ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്തെന്നറിയാം, അത് അതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചിലപ്പോൾ കേസെടുക്കും. കാരണം പോലീസുകാരെ കളിയാക്കുന്ന രീതിയിൽ പോലീസിൻ്റെ യൂണിഫോമൊക്കെ, ഇപ്പോൾ പോലീസിൻ്റെ യൂണിഫോം നമുക്ക് വാങ്ങാൻ കിട്ടും. ചില സെക്യൂരിറ്റി അല്ല ഈ തുണിക്കട സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവിടെ റെഡിമെയ്ഡ് പോലീസിൻ്റെ യൂണിഫോം, സെക്യൂരിറ്റിൻ്റെ യൂണിഫോം, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യൂണിഫോമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു തൊപ്പിയൊക്കെ അവിടെ നിന്ന് വേണം സംഘടിപ്പിക്കുക, ഷൂ ഒക്കെ അവിടെ നിന്ന് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് ഇവൻ എവിടുന്ന് സംഘടിപ്പിച്ച് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും സംഗതി ഇപ്പം വ്യാജ SI ഇനി കുറച്ച് കാലം പിന്നെ സ്റ്റേഷനിൽ കിടക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനു മുന്നേ പല പ്രാവശ്യം പലരോടും പറയുന്നുണ്ട് വ്യാജ SIയുടെ വേഷത്തിലാരും നടക്കണ്ട. ഇതിന് മുന്നേ ഇങ്ങനെ പത്രത്തിൽ വന്നതാണ്, അങ്ങനെ പിടിച്ചതുമാണ്. അപ്പോൾ ഒറിജിനൽ SIയും പോലീസും കൂടി വന്ന് പിടിച്ചു. പിന്നെ ഡാൻസ് അപ്പ് സംഘം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറിജിനൽ പോലീസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ വ്യാജ പോലീസ് SI പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കെങ്കിലും SIയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാന്യയുടെ രീതി പഠിച്ച് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർക്കും ഈ SI ആകാനൊക്കെ അതിന് റാങ്ക് സെലക്ഷൻ ഉണ്ട്. പിന്നെ അത് PSC പരീക്ഷ, അല്ലാത്ത പരീക്ഷകളൊക്കെ ഉണ്ട്. അതിനുശേഷം അത് എഴുതി അത് പാസ്സായതിൻ്റെ ശേഷമാണ് ഒരു SIയും പോലീസൊക്കെ ആവുക. അതിന് നല്ല അധ്വാനമുണ്ട്. വെറുതെ ആരും കാക്കിയെടുത്തിട്ട് അല്ല ഈ സെക്യൂരിറ്റികളൊക്കെ ഏജൻസികൾ പിടിച്ച് കയറ്റുന്ന പോലൊന്നും പിന്നെ പോലീസിലെടുക്കില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരാണ്, മുഖ്യമന്ത്രിയുടെ ജോലിക്കാരാണ് പോലീസുകാർ, കേരള ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാർ.
പോലീസായാലും പട്ടാളമായാലും അതിനൊക്കെ അതിൻ്റേതായ ഓരോ ഇപ്പം മിലിറ്ററി ആണെന്നുണ്ടെങ്കിൽ പട്ടാളമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേന്ദ്രമാണ്, അങ്ങനെയാണത്. അപ്പോൾ അതിനൊക്കെ ഓരോ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. പിന്നെ പോലീസിലൊക്കെ 10ാം ക്ലാസ് പാസ്സായാലൊക്കെ ഡ്രൈവർ വേക്കൻസി അങ്ങനെയൊക്കെ കിട്ടും. അതും പോലീസുകാരൻ തന്നെയാണ്. പോലീസ് ഡ്രൈവറാണെന്ന് വെച്ചാൽ പോലീസുകാരൻ തന്നെയാണ്. അങ്ങനെയൊക്കെ കയറാം. 10ാം ക്ലാസ് +2 ഒക്കെ ഇപ്പോൾ ഡ്രൈവർമാർക്ക് അങ്ങനെ എന്തൊരു വേക്കൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അധ്വാനിച്ച് ജോലി ചെയ്ത് പഠിച്ച് ഇത് പാസ്സായതിന് ശേഷം SI അയക്കൂ. നിങ്ങൾക്ക് SI സെലക്ഷൻ കിട്ടുവാണെങ്കിൽ SI അയക്കൂ. ആർക്കും ഒരു വിരോധമില്ല. പക്ഷേ ഇത് ഈ ആൾക്കാരെ കണ്ണി പൊടിയിടുന്ന പരിപാടി, അത് വ്യാജനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും കൂടി ചിലപ്പോൾ കൈവെക്കും. പോലീസുകാർ വേണമെന്നില്ല. മനസ്സിലായില്ലേ? ശരിയെന്നാൽ നിർത്തുന്നു. വേറൊന്നുമില്ല, കൂടുതലൊന്നുമില്ല. ഓക്കെ.